അദ്ധ്യായം 1 അൽ ഫാത്തിഹ, മക്കയിൽ അവതരിച്ചത്. വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് ഈ അദ്ധ്യായത്തോടെ ആയതുകൊണ്ടാണ് ഇതിന് ഫാത്തിഹ അഥവാ പ്രാരംഭം എന്നു പേർ നൽകപ്പെട്ടത്. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സ്തുതി സർവലോക പരിപാലകനായ അല്ലാഹുവിനാകുന്നു. പരമകാരുണികനും കരുണാനിധിയും. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. ഈ സൂറത്തിന്റെ അവസാനത്തിൽ ആമീൻ എന്ന് ചൊല്ലേണ്ടതാകുന്നു. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നർത്ഥം. കൂടുതൽ വിവരം ഇനി വിശദീകരിക്കുന്നുണ്ട്. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്താണെന്ന അഭിപ്രായക്കാർ 6ഉം 7ഉം വചനങ്ങൾ കൂടി 7ാമത്തെ വചനമായി എണ്ണിവരുന്നു. ആകെ 7 വചനങ്ങളാണുള്ളത് എന്നതിൽ ഭിന്നിപ്പില്ല. അള്ളാഹു എന്ന വാക്കിന്റെ മൂലധാതു ഏതാണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. ഏതായിരുന്നാലും ശരി, അഖില ലോകങ്ങളുടെയും സ്രഷ്ടാവും നിയന്താവും പരിപാലകനും രക്ഷിതാവും യജമാനനും ഉടമസ്ഥനുമായ ആ ഏക മഹാശക്തിയെ മാത്രം കുറിക്കുന്ന ഒരു സംജ്ഞാനാമമത്രേ അത്. അവന്റെ തിരുനാമങ്ങളായി ഖുർആനിലോ മറ്റു വേദങ്ങളിലോ പ്രവാചക വാക്യങ്ങളിലോ വന്നിട്ടുള്ള എല്ലാ നാമങ്ങളും അവന്റെ ഓരോ തരത്തിലുള്ള മഹൽ ഗുണങ്ങളെ എടുത്തുകാട്ടുന്ന വിശേഷണങ്ങളായിരിക്കും. അള്ളാഹു എന്നുള്ള പേർ അവനല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, ഉപയോഗിക്കപ്പെടാവുന്നതുമല്ല. ആരാധിക്കപ്പെടുന്ന വസ്തു അഥവാ ദൈവം എന്ന അർത്ഥത്തിൽ സദാ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഇലാഹ്. ഈ 2 വാക്കുകളും തമ്മിൽ അക്ഷരത്തിലും അർത്ഥത്തിലും സാമാന്യം യോജിപ്പുണ്ടെന്നതിനെ മുൻനിർത്തി ഇലാഹ് എന്ന പദത്തിൽ അൽ എന്ന അവ്യയം ചേർത്ത് പ്രത്യേകിപ്പിച്ചതാണ് അള്ളാഹു എന്ന പദമെന്ന് പലരും പ്രസ്താവിക്കുന്നു. ഇതനുസരിച്ച് ആ സംജ്ഞാനാമത്തിന്റെ അർത്ഥം സാക്ഷാൽ ദൈവം അഥവാ ആരാധിക്കപ്പെടുവാൻ യഥാർത്ഥ അർഹതയുള്ളവൻ എന്നായിരിക്കുന്നതാണ്. അല്ലാഹു അഅലം. ഖുർആൻ പാരായണം അടക്കമുള്ള എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നതിനെയും ഓരോ സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള ബിസ്മികൾ അതത് സൂറത്തുകളിൽപ്പെട്ട ആയത്തുകളാണോ എന്നതിനെയും സംബന്ധിച്ച് നാം മുമ്പ് ചിലതെല്ലാം പ്രസ്താവിച്ചുവല്ലോ. ഇവിടെ ഒരു സംശയത്തിന് അവകാശമുണ്ട്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ്, അവനാണത് അവതരിപ്പിച്ചതും. എന്നിരിക്കെ അവൻ അവന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൽ അടങ്ങിയ യുക്തിരഹസ്യം എന്താണ്? ഇതാണ് ആ സംശയം. ഖുർആൻ പാരായണം തുടങ്ങിയ കാര്യങ്ങൾ നാം ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക, മുകളിൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് സൂചന നൽകുക, നല്ല ആരംഭത്തിന്റെ പ്രായോഗിക രൂപം കാണിച്ചു തരിക മുതലായവയത്രേ അതിലടങ്ങിയ രഹസ്യം. മനുഷ്യൻ ചെയ്യേണ്ടുന്നതെല്ലാം പഠിപ്പിക്കുകയാണല്ലോ ഖുർആനിന്റെ അവതരണോദ്ദേശം. ഒരു നല്ല ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ അതിന്റെ തുടക്കം നന്നായിരിക്കേണ്ടതിന്റെ ആവശ്യകത പറയേണ്ടതില്ല. എന്നിരിക്കെ ഏത് ഗ്രന്ഥത്തെക്കാളും എല്ലാ നിലക്കും ഉന്നത സ്ഥാനം അർഹിക്കുന്ന ഖുർആനിന്റെ തുടക്കം മറ്റെല്ലാറ്റിനെയും കാൾ നന്നായിരിക്കണമല്ലോ. അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൽ പരം ഉത്തമമായ ആരംഭം വേറെ ഏതാണുള്ളത്? അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതിന്റെ പ്രാധാന്യവും അതിലടങ്ങിയ യുക്തിയും മനസ്സിലാക്കുവാൻ പോരുന്ന 2 നാമവിശേഷണങ്ങളാണ് അർ-റഹ്മാനും അർ-റഹീമും. ചെറുതോ വലുതോ, പ്രത്യക്ഷമോ പരോക്ഷമോ, പ്രത്യേകമായതോ പൊതുവെയുള്ളതോ, ഐഹികമോ പാരത്രികമോ ആയ സകലവിധ അനുഗ്രഹങ്ങളുടെയും കർത്താവായ പരമകാരുണ്യകൻ എന്ന് അർ-റഹ്മാനിനും
നന്മ ചെയ്യുന്നവർക്ക് പ്രത്യേകമായി സിദ്ധിക്കുവാനിരിക്കുന്ന മഹാനുഗ്രഹങ്ങളുടെ ദാതാവായ കരുണാനിധി എന്ന് അർ-റഹീമിനും വിവക്ഷ നൽകപ്പെടുന്നു. കാരുണ്യത്തിന്റെയും കൃപാകടാക്ഷത്തിന്റെയും പരമകേന്ദ്രം എന്ന പോലെ അധികാരത്തിന്റെയും ന്യായാധിപത്യത്തിന്റെയും പരമകേന്ദ്രവും തന്നെയാണ് അല്ലാഹു. അവൻ പറയുന്നു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ ഇന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ അടിയാന്മാർക്ക് വിവരമറിയിക്കുക, ഞാൻ തന്നെയാണ് വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമെന്നും എന്റെ ശിക്ഷ തന്നെയാണ് വേദനയേറിയ ശിക്ഷയെന്നും സൂറത്തുൽ ഹിജ്ർ 49 അധ്യായം 50 വചനം. പക്ഷേ അവന്റെ കാരുണ്യക്കനിവ് അവന്റെ കോപത്തെ കവിഞ്ഞു നിൽക്കുന്നു. സത്യനിഷേധത്തിലും തോന്നിയവാസത്തിലും ഒഴുകിയ ധിക്കാരികൾ പോലും അവന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ സദാ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടത്രേ. സൂറത്തു അഅറാഫിൽ അല്ലാഹു പറയുന്നു, വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ. എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. ഇതേ വാക്യത്തിന്റെ തുടർച്ചയായി ഇങ്ങനെയും പറയുന്നു, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന അസ്സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. സൂക്ഷ്മത പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്കും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഞാൻ അതിനെ രേഖപ്പെടുത്തി വച്ചേക്കുന്നതാണ്. അഅറാഫ് 156 വചനം. ഈ 2 വാക്യങ്ങളിൽ ഒന്നാമത്തേതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന വാക്കാണ് അർ-റഹ്മാൻ എന്നും രണ്ടാമത്തേതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന വാക്കാണ് അർ-റഹീം എന്നും പറയാം. ഈ 2 നാമവിശേഷണങ്ങളാൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ഒരാൾ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ തനിക്ക് അതുവരെ അവനിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു സ്മരണയും മേലിൽ അവനിൽ നിന്ന് തനിക്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരപേക്ഷയും അതിൽ അന്തർഭവിച്ചിരിക്കുന്നതായി കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള ഉദ്ധരിച്ച ഒരു നബിവചനത്തിന്റെ സാരം ഇപ്രകാരമാണ്: അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ അവനൊരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി അവന്റെ അർശിനുമീതെ അവന്റെ അടുക്കൽ വെച്ചിരിക്കുന്നു, നിശ്ചയമായും എന്റെ കാരുണ്യം കോപത്തെ മുൻകടന്നിരിക്കുന്നു. അവർ 2 പേരും ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ സാരം ഇപ്രകാരമാകുന്നു: അള്ളാഹുവിന്റെ കാരുണ്യം 100 ഭാഗിച്ചാൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ലോകത്ത് ജിന്ന്, മനുഷ്യൻ, മൃഗം തുടങ്ങിയ എല്ലാ ജീവികൾക്കുമിടയിൽ അവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ കരുണയും ദയയും കാണിക്കുന്നത് അതുകൊണ്ടത്രേ. ദുഷ്ടമൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നതും അതുകൊണ്ട് തന്നെ. ബാക്കി 99 ഭാഗവും ഖിയാമത്ത് നാളിൽ തന്റെ അടിയാന്മാർക്ക് കരുണ ചെയ്യുവാനായി അവൻ കരുതി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലം!